ഒരടങ്ങായി എടുത്തു വെക്കുന്നു. കുരുമുളക് കെട്ടിവെക്കുന്ന ആൾക്ക് എരിവ് കുടിക്കോണ്ടിരിക്കും. അന്ന് പച്ച കുരുമുളക് ഉണക്കിയിട്ട് വെച്ചു. ഇന്ന് തന്നെ ഞാൻ ചേറി പറക്കിയിട്ട് പാങ്ങിൽ കെട്ടിയിട്ട് ഞങ്ങൾ പണ്ട് കാലത്തെല്ലാം വെക്കല്. കർക്കിടക മാസം എല്ലാ ദിവസം മഴ ഉണ്ടാവും 30 ദിവസം. ആ സമയത്ത് വിറ്റിട്ട് അരി സാധനം മണിക്കല്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ചേറി പറക്കിയിട്ട് അപ്പൊ തന്നെ പിടിയെ കൊണ്ടുവന്നു. ഇപ്പൊ ഭയങ്കര പൈസക്കെല്ലാം ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ ഇന്ന് ചേർന്നത്. ഞാൻ രണ്ടുകൂട്ടം ചേറിയിട്ട് ഇതിന്റെ പൊടിയെല്ലാം കളഞ്ഞു, ചാണപ്പൊടി. ഇനി ഇങ്ങനെ ചെറിയെങ്കിലും മാസ്ക് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ മാസ്ക് ഒന്നും വെക്കലേ ഇല്ല, ഇങ്ങനെ ചേർല്. ഇത് ചാണപ്പൊടി, മുറ്റത്തിട്ടുകൊണ്ട് ചാണപ്പൊടി ഉള്ളത്. ഇത് പൊടി മാത്രമേ കളഞ്ഞൂടൂ, മണിയൊന്നും കളഞ്ഞൂടാ. ഇത് പാങ്ങില് ചേറിയിട്ട് പറക്കിയിട്ട് വെച്ചെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞെങ്കിൽ ഒന്നും ആയില്ല. ഒരിക്കൽ മാടമാസത്തിൽ വെയിലത്തിട്ടാ മതി. എത്ര കൊല്ലം വേണമെങ്കിലും കുരുമുളക് നിൽക്കും. ഞങ്ങൾ വാർപ്പിന്റെ മുകളിൽ ഇടില്ല. അപ്പൊ കുരുമുളക് അധികം കാലം നിൽക്കില്ല. ചാണപ്പൊടിയിൽ ഇട്ടാൽ എത്ര കാലം വേണമെങ്കിൽ നിൽക്കും. ഇത് മുറ്റത്ത് ചാണം ഒടിച്ചിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് ചാണപ്പൊടി നല്ലോണം ആയിപ്പോയേല്. കരിയെല്ലാം കൂട്ടി തേച്ചിനെങ്കിൽ ഇങ്ങനെ ആട്ടീല. ഇത് എത്ര കൊല്ലം വേണമെങ്കിൽ നിൽക്കും ഈ ചാണപ്പൊടി ഇല്ലതുകൊണ്ട്. ഇക്കെല്ലാം നല്ലോണം വിലയുണ്ട്. ഇനി കഴിഞ്ഞാലെല്ലാം വില കുറവ്. ഇത് നാടൻ കുരുമുളകായതുകൊണ്ട് നല്ല വലിയതായിട്ടുണ്ട്. തെക്കൻ കുരുമുളക് ചെറുതേ ഉണ്ടാവും. ഇത് നല്ല വലിയ മണി. കുറച്ചതിന് ചെറിയനുണ്ട്. ചെറിയിട്ടായിട്ട് നിങ്ങളോട് എല്ലാം പറയാം. പിന്നെ ഇത് എന്നത്തെ കൊല്ലാകുമ്പോ ഒരിക്കലും വെയിലത്തിടണം കെട്ടി വെച്ചാല്. നല്ല ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൽ കെട്ടി വെക്കണം. ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളത്തിന്റെ അംശമൊന്നും ആയിക്കൂടാ. ഇതിന്റെ ഉള്ളില് പ്ലാസ്റ്റിക് ഉണ്ട്. കുരുമുളക് കെട്ടിവെക്കുന്ന ആൾക്ക് എരിവ് കുടിക്കോണ്ടിരിക്കും. ഇപ്പൊ കറിക്ക് കൂടുന്ന അതല്ല, പിന്നെ കൂട്ടേണ്ടത്. പിന്നെ 2 മണി കൂട്ടിയാൽ മതി. ഇപ്പൊ എരിവ് കുറവുണ്ടാവും. പുതിയ മുളകല്ലേ. അപ്പൊ അതേ നാണക്ക് കാരം കൂടും. ഇപ്പൊ 3. നാല്. ഇനി എരിക്കല്ലിടുമ്പോ 1 കിലോനായി. ഇതിൽ കല്ലെല്ലാം ഇല്ല, ഇതിനെല്ലാം പറക്കിയിട്ടായി. ഇനി ഞാൻ കറിക്ക് ഇന്ന് ഒരടങ്ങായി എടുത്തു വെക്കുന്നു. ഇനി പാങ്ങിൽ കെട്ടി വെച്ചെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞാലും തീരിയില്ല. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ പുതിയ വിശേഷമായി കാണാം.